ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നന്ദ തനിക്കുണ്ടായ ദുരനുഭവം എല്ലാം നിർമ്മലിനോട് പറയുക. അപ്പോൾ നന്ദയ്ക്കൊന്ന് ക്ഷമിച്ചുകൂടെ, ഒന്നുമില്ലെങ്കിലും നമ്മുടെ ഗൗരിയുടെ അച്ഛനല്ലേ അയാൾ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അത് കേട്ട് നന്ദയ്ക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. അമ്മ ചൂണ്ടിക്കാണിക്കുന്ന മനുഷ്യനാണ് മക്കളുടെ അച്ഛൻ എന്ന് നന്ദ അന്നേരം നിർമ്മലിനോട് പറഞ്ഞു. നിർമ്മലിന് വല്ലതും പറയാനുണ്ടോ? ഞാൻ ഒരിക്കലും അയാളെ ആ സ്ഥാനത്ത് നിർത്തി ഗൗരിക്ക് ചൂണ്ടിക്കാണിച്ച് കൊടുക്കില്ല എന്ന് നന്ദ തറപ്പിച്ച് തന്നെ പറയുക. എൻ്റെ നാവിൽ നിന്ന് ഗൗരി അയാളുടെ മകളാണെന്ന് ഒരിക്കലും അറിയുകയും ഇല്ല എന്ന കാര്യവും നന്ദ ഇങ്ങനെ പറഞ്ഞു. അയാൾ ഈ ജന്മത്തിൽ അയാൾക്ക് ഒരേ ഒരു മകനേ ഉള്ളൂ, അത് നന്ദു ആണെന്നും ഒരേ ഒരു ഭാര്യയുള്ളൂ, അത് പിങ്കിയാണെന്നും നന്ദ ഇങ്ങനെ പറയുക കേട്ടോ. അപ്പോൾ അതൊക്കെ കേട്ടിങ്ങനെ ആകെ വല്ലാണ്ടായിരിക്കുക. എനിക്കും എൻ്റെ മോൾക്കും അയാളെ പോലൊരു വൃത്തികെട്ട മനസ്സിൻ്റെ ഉടമയെ ജീവിതത്തിലേക്ക് വേണ്ട എന്ന് നന്ദ പറയുമ്പോൾ, നന്ദ വാശി കാണിക്കരുതെന്ന് ഞാൻ പറയത്തുള്ളൂ. ജീവിതം ഒന്നേ ഉള്ളൂ, അത് തമ്മിലടിച്ചും യുദ്ധം ചെയ്തും തീർക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു യുദ്ധത്തിനും ഞാനില്ല. മനസ്സിൽ കുടിയിരുത്തിയ തെറ്റിദ്ധാരണയുമായി അയാൾ ജീവിച്ചോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നന്ദ പറയുക. നന്ദുമോൻ്റെ റേസ് കഴിയുന്നത് വരെ ഞാനിവിടെ നിൽക്കും. ശാന്തിപുരത്തേക്ക് മടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെയോ ഗൗരിയുടെയോ നിഴല് പോലും പിന്നെ അയാൾ കാണില്ല എന്നും നന്ദ തറപ്പിച്ച് തന്നെ പറയാം. അപ്പോൾ ഗൗരി അവൾ അർഹിക്കുന്ന ഒരു നീതി ഇല്ലേ നന്ദ? അവൾ ആഗ്രഹിക്കുന്ന അവളുടെ അച്ഛൻ കൺമുന്നിൽ ഉണ്ടായിരുന്നിട്ടും ഒരിക്കൽ പോലും തിരിച്ചറിയാൻ അവൾക്ക് കഴിയുന്നില്ലല്ലോ. ഗൗതമാണ് അച്ഛൻ എന്ന് അറിഞ്ഞാലേ എൻ്റെ മകൾക്ക് വേദനിക്കുകയുള്ളൂ നിർമ്മലെന്നുള്ള കാര്യം നന്ദ അന്നേരം നിർമ്മലിനോട് പറയുക. അമ്മയെയും അവളുടെ ചേട്ടനെയും ജീവിക്കാൻ അനുവദിക്കാത്ത ഒരുത്തിയെ ഇന്ത്യവരത്തിൽ കുടിയിരുത്തി നീചനാണല്ലോ ജന്മം തന്ന അച്ഛനെന്നോർത്ത് അവൾ കിടന്ന് നീറത്തേ ഉള്ളൂ. എൻ്റെ മോൾ അങ്ങനെ നീറുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. നാളെ നന്ദുവിൻ്റെ പപ്പ ഈ ലോകത്തുനിന്ന് പോയെന്നറിഞ്ഞാൽ സ്വന്തം അച്ഛൻ പോയതുപോലൊരു വേദന അവളുടെ ഉള്ളിൽ ഉണ്ടാകുമെന്നുള്ള കാര്യവും പറയാം. അയാളുമായിട്ട് അടുക്കാൻ ഇടയാവരുത്. മകളെന്നുള്ള നിലയിൽ ആ ഒരു വേദനയാണ് ഗൗതമൻ എന്ന അച്ഛന് അവൾ അർപ്പിക്കുന്ന ബലി എന്നൊക്കെ പറഞ്ഞിങ്ങനെ നന്ദ പറഞ്ഞുകൊണ്ടിരിക്കാം. അപ്പോൾ ആ ഒരു നീതി മാത്രമേ എനിക്ക് കാണിക്കാനാവൂ, അതും മതി നിർമ്മല, അതിനപ്പുറം മറ്റൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യമല്ല അവരവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് ഇവിടെ നമ്മുടെ ലക്ഷ്മിയും അതുപോലെ മോഹിനിയും കൂടി ഇങ്ങനെ അവരെ പറ്റി പറയും, നന്ദയെ പറ്റിയൊക്കെ. അപ്പം ലക്ഷ്മി ഇങ്ങനെ വാദവരാതെ പറയാം. അപ്പോൾ എന്തിനെപ്പറ്റി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ ഏട്ടത്തിന്ന് മോഹിനി. അത് കൊള്ളാം, കുഴപ്പമുണ്ടെന്നാണോ ഞാൻ പറഞ്ഞത്? നീ ഇത് ഏത് ചെവി കൊണ്ടാണ് കേൾക്കുന്നത്? സൂക്ഷിക്കണമെന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ എൻ്റെ ഏട്ടത്തി എത്രയോ നാൾ കാത്തിരുന്ന് കേട്ടതായി ഈ ഒരു വാർത്ത. അപ്പോൾ പവിത്ര പ്രസവിക്കുന്നത് വരെ എനിക്കൊരു സമാധാനവും കിട്ടണില്ലെന്നും, അപ്പോൾ പവിത്രയെ നല്ലതുപോലെ ശ്രദ്ധിക്കണമെന്നും, അല്ലെങ്കിൽ നന്ദയുടെ ആ ഒരു ഇതൊക്കെ കൂട്ടിക്കഴിച്ച് അവിടെ കിടന്ന് ലക്ഷ്മി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാം. അപ്പോഴാണ് ഇതൊക്കെ ഈ മോഹിനിയും പറയുന്നത്. എൻ്റെ മോഹിനി, ഇത് ലോകത്തിലെ ആദ്യത്തെ സംഭവമൊന്നും അല്ലല്ലോ ഈ ഗർഭവും പ്രസവവും ഒക്കെ. അതിനെയൊക്കെ അതിൻ്റേതായ രീതിയിൽ അങ്ങ് വിടുക, അത്രയല്ലേ ഉള്ളൂ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ലക്ഷ്മി ഇങ്ങനെ പറയുക. പിന്നെ അവർ സമാധാനക്കേടായിട്ട് മുന്നിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഉള്ളിൽ ഇങ്ങനെ ചുമന്നുകൊണ്ട് നടന്നാലേ എന്നും അതിന് സമാധാനക്കേട് മാത്രമായിരിക്കും മിച്ചം. പറയുമ്പം അത് കേൾപ്പം അങ്ങ് കഴിഞ്ഞില്ലേ ഏട്ടത്തി? യഥാർത്ഥത്തിൽ എൻ്റെ ആദ്യം എത്രമാത്രം ഉണ്ടെന്ന് അതെനിക്കല്ലേ അറിയുള്ളൂ എന്നും. പിന്നെ അത് പറഞ്ഞ സമയം കളയാനൊന്നും ഞാൻ നിൽക്കുന്നില്ല. അല്ല ഏട്ടത്തി എന്താ സൂക്ഷിക്കണമെന്ന് പറഞ്ഞതെന്ന് ചോദിച്ചപ്പം, അല്ല മോഹിനി, ഈ പവിത്രമോളുടെ കാര്യത്തിൽ ചില പ്രധാനപ്പെട്ട മാറ്റങ്ങളൊന്നും കാണുന്നില്ലല്ലോ എന്നൊരു സംശയം, അതുകൊണ്ട് പറഞ്ഞതാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തു മാറ്റമാ? അല്ല പറഞ്ഞത് വെച്ചേ പവിത്രമോൾക്ക് ഇപ്പോൾ 2 മാസം കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. ഉവ്വ കഴിഞ്ഞു. പവിത്ര നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടോ? പിന്നെ ചോദിച്ച് മേടിച്ച് കഴിക്കുന്നുണ്ട്. പിന്നെ അതെല്ലാം വളരെ കാര്യമായിട്ട് കനകമ്മ ശ്രദ്ധിക്കുന്നുമുണ്ട്. പാലും പഴവും ഏത്തപ്പഴവും മുട്ടയൊക്കെ കൃത്യം സമയാസമയം കൊടുക്കുന്നുമുണ്ട്. അതുമാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഒക്കെ അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചോദിച്ചുണ്ടാക്കി കൊടുക്കുന്നുമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ലക്ഷ്മി ഇരുന്ന് ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങി. അപ്പോൾ എന്താ ഏട്ടത്തി എന്താ ഇങ്ങനെ ആലോചിച്ച് കൂട്ടണേ? അല്ല മോഹിനി, അത് പിന്നെ ഞാനൊക്കെ ഗർഭിണിയായിരുന്ന സമയത്തെ എന്തൊക്കെ ഒരവസ്ഥയായിരുന്നു. ആദ്യത്തെ 3 മാസം സദാസമയം മനം പുരട്ടലും ഛർദിയും ഒക്കെ ആയിരുന്നു. ഒന്നും കഴിക്കാനേ തോന്നില്ലായിരുന്നു എന്ന് പറഞ്ഞിങ്ങനെ ലക്ഷ്മി പറഞ്ഞപ്പോൾ എനിക്കും ഇതൊക്കെ തന്നെയായിരുന്നു അവസ്ഥ. ഒന്നും കഴിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഗർഭകാലത്ത് മിക്കവാറും സ്ത്രീകൾക്കുണ്ടാകുന്നൊരു പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരുടെ ഓരോ വിഷയങ്ങളെപ്പറ്റി ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പവിത്രയ്ക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല.
അതാണ് ലക്ഷ്മി ഉദ്ദേശിച്ചത്. അപ്പം ഞാനിതെല്ലാം പറഞ്ഞത് നിന്നെ ചില കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തിയതാ. നീ പവിത്ര മോളെ പേരിനെങ്കിലും ഇതിലേതെങ്കിലും ഒരു ലക്ഷണമെങ്കിലും കാണാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഏട്ടത്തി പറയുന്നത് എന്താണെന്ന് മോഹിനി അന്നേരം ചോദിച്ചു. എൻ്റെ മോഹിനി, എൻ്റെ മനസ്സിൽ തോന്നിയത് ഞാൻ പറയുന്നതേ ഉള്ളൂ. അല്ല, ഈ പവിത്രയെ എപ്പോഴെങ്കിലും ഓക്കാനിക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ എന്നത് നമ്മുടെ ലക്ഷ്മി ചോദിച്ചു. ഈ സമയത്ത് എന്തെങ്കിലും ഒരു ക്ഷീണമോ തളർച്ചയോ എന്തെങ്കിലും ഒന്നൊക്കെ കാണണ്ടേ, അതും ഇല്ലല്ലോ എന്നും പറഞ്ഞ ലക്ഷ്മി. അപ്പോഴേക്കും മോഹിനിക്ക് ടെൻഷനായി, മോഹിനിക്ക് വെപ്രാളമായി. ഗർഭിണിയാണെന്ന് പുറത്തുനിന്ന് നമ്മൾ നോക്കിയാലേ ഒരു മാറ്റം വേണ്ടേ, അതൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. ഏട്ടത്തി എന്തൊക്കെയാ പറയുന്നേ? പവിത്ര ഗർഭിണി അല്ലെന്നാണോ പറയുന്നേ? ആണോ? പറ ഏട്ടത്തി, അങ്ങനെയാണോ? അയ്യോ മോഹിനി, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല കേട്ടോ. അവൾക്ക് ഈ നോർമലി കാണേണ്ട ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും കാണുന്നില്ല. അല്ല, അതും ഒരു പ്രശ്നം തന്നെയല്ലേ, ഞാൻ അതുകൊണ്ട് ചോദിച്ചതാ. അപ്പോൾ അവളൊന്ന് വേറൊരു ഡോക്ടറെ കൊണ്ട് കാണിക്കുന്നതല്ലേ നല്ലത്. എന്തായാലും നീ ഒരു കാര്യം ചെയ്യാം, എത്രയും പെട്ടെന്ന് നല്ലൊരു ഡോക്ടറെ കാണിച്ച് ഉറപ്പിക്കുക, അതാകട്ടെ വേണ്ടതെന്നൊക്കെ പറഞ്ഞു. ഇതിലും മടി കാണിക്കാതെ എത്രയും പെട്ടെന്ന് അത് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് നമ്മുടെ ലക്ഷ്മി അങ്ങ് എഴുന്നേറ്റ് പോയി. ഈ സമയത്ത് പവിത്ര അവിടെ ചിരിയും കളിയൊക്കെ ആയിട്ട് കഥയും വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഇതേ നമ്മുടെ മോഹിനി റൂമിലേക്ക് ചെല്ലുന്നത്. പവിത്രയാണെങ്കിൽ ഭയങ്കര ചിരിച്ച് കളിച്ചിരുന്ന് കഥ വായിച്ചുകൊണ്ടിരിക്കുന്നു. ചെന്ന് പവിത്രയെന്ന് പറഞ്ഞ് വിളിച്ചു മോഹിനി. അമ്മയോ? എൻ്റെ അമ്മേ, ഞാൻ ഈ കോമഡി വായിച്ചപ്പോൾ അമ്മയെ ഓർത്തത്. നീ രാവിലെ എഴുന്നേറ്റ ഉടനെ കോമഡി ബുക്ക് വായനയാണോ? അപ്പോൾ വേറെന്ത് ചെയ്യാനാ? എഴുന്നേറ്റപ്പോൾ തൊട്ട് ദേ ഒരാനെ തിന്നാനുള്ള വിശപ്പിലിരിക്കുക. ബദാം പൗഡർ കലക്കി കുറച്ച് പാല് കൊണ്ടുവരാൻ തള്ളയെ പറഞ്ഞു വിട്ടതാ, ഇതുവരെ എത്തിയിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് പവിത്ര. അപ്പോൾ നിനക്ക് പല്ല് തേച്ചപ്പോൾ മനം പുരട്ടിലോ മറ്റോ തോന്നിയോന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ലല്ലോ. എന്താ അമ്മേ കാര്യം? അല്ല, അത് പിന്നെ ഈ രാവിലെ എഴുന്നേറ്റപ്പോഴേ തല കറങ്ങുന്നത് വല്ലതുപോലെയൊക്കെ തോന്നിയോ? അയ്യോ ഇല്ലല്ലോ അമ്മേ. എന്തെങ്കിലും പ്രത്യേക ഭക്ഷണം കഴിക്കാൻ വിരക്തിയോ അങ്ങനെ എന്തെങ്കിലും തോന്നിയോ? അപ്പം ഇല്ലെന്നേ, എനിക്ക് ഒരു വിരക്തിയും തോന്നുന്നില്ല. തിരിച്ച് കടിക്കാത്ത എന്തിനേയും ഞാൻ കഴിക്കും. അപ്പോഴേക്കും പവിത്ര മോളെ എന്നും പറഞ്ഞിട്ട് ബദാം മിൽക്ക് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അപ്പോൾ മോളെ പാല് വേണമെന്ന് പറഞ്ഞായിരുന്നു. അതാ മോഹിനിക്ക് കൊച്ചമ്മയ്ക്ക് എന്തെങ്കിലും വേണോ? എനിക്കൊന്നും വേണ്ട, പവിത്രയ്ക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു. അതല്ലേ എനിക്ക് പണി, വേറെന്താ പണി? അല്ല, സാധാരണ ഈ സമയത്തെ ഭക്ഷണം കഴിക്കാൻ പവിത്രയ്ക്ക് മടി തോന്നേണ്ടതല്ലേ, അപ്പോൾ ഉണ്ടാക്കാൻ മടിയാ, അല്ലാതെ കഴിക്കാൻ യാതൊരു മടിയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്ന് കനകമ്മ അന്നേരം പറഞ്ഞു. പവിത്ര, നീ ഒന്ന് വേഗം റെഡി ആവാൻ നോക്കാം കേട്ടോ. അപ്പം റെഡി ആവാനോ? എന്തിനാ അമ്മേ? നമുക്ക് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകണം, നിന്നെ ഒന്ന് ചെക്കപ്പ് ചെയ്യണമെന്നുള്ള കാര്യം നമ്മുടെ മോഹിനി ഇങ്ങനെ പറയുമ്പോഴേക്കും കനകമ്മയുടെ നേരെ ഒരു നോട്ടം. ചെക്കപ്പോ? എന്തിൻ്റെ ചെക്കപ്പ്? എന്തിനാ അമ്മയെന്ന് ചോദിച്ചുകൊണ്ട് പവിത്ര കിടന്ന് ഉരുളുക. അതുകൊള്ളാം, പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഡോക്ടറെ കാണിക്കുകയും ചെക്കപ്പ് നടത്തുകയൊക്കെ ചെയ്യണ്ടേന്ന് ചോദിച്ചു. അപ്പോഴേക്കും പവിത്ര കനകമ്മയെ നോക്കുക. കനകമ്മയും പെട്ടു എന്ന് മനസ്സിലായി. കനകമ്മയിൽ നിന്ന് ആടിക്കൊണ്ടിരിക്കാം. അപ്പോഴത്തേക്കും ചാടി എഴുന്നേറ്റു. അല്ല കൊച്ചമ്മ, ഞാനും പവിത്രയും കൂടെ കഴിഞ്ഞ ആഴ്ചയല്ലേ ചെക്കപ്പിന് പോയത്? അതൊക്കെ ശരി തന്നെയാ, നമുക്കേ വേറൊരു ഡോക്ടറെ കൂടി കാണിക്കാമെന്ന് പറഞ്ഞു. അപ്പം അതെന്തിനാ? കനകമ്മയും മക്കളെ പ്രസവിച്ചിട്ടുള്ളതല്ലേ? ആണോന്നോ? എത്രയോ സ്ത്രീകളുടെ പ്രസവം ഞാൻ എടുത്തിരിക്കുന്നു. ഒരു അനുഭവ കണ്ണോടെ പവിത്രയൊന്ന് നോക്കിക്കേ. ഗർഭിണിയാണെന്നുള്ള എന്തെങ്കിലും ഒരു ലക്ഷണം ഇവളിലുണ്ടോ, ഇവൾ കാണിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അതാണ് സാധാരണ ഗർഭിണി പെണ്ണുങ്ങൾക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുകളും ഇവൾക്ക് കാണാൻ കഴിയുന്നില്ല. നോക്കാനിക്കുന്നത് പോലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലെന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് നമ്മുടെ പവിത്രയാണെങ്കിൽ ഇങ്ങനെ നിന്നിങ്ങനെ ഓരോന്നൊക്കെ കാണിക്കാം. അപ്പം എന്തു പറയാൻ എൻ്റെ കുഞ്ഞെ, കക്കാൻ പഠിച്ചാൽ നിൽക്കാനും പഠിക്കണ്ടേന്ന് ഈ കനകമ്മ അന്നേരം മനസ്സിൽ ചിന്തിക്കുക. അപ്പോൾ പെട്ടെന്ന് റെഡി ആകും കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് മോഹിനി അങ്ങ് പോയി. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും തള്ളേ എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഈ പവിത്ര കനകമ്മയോട് ചൂടാകുമ്പോഴേക്കും എൻ്റെ കൊച്ചെ, നിനക്ക് കക്കാൻ മാത്രമേ അറിയത്തുള്ളൂ, നിൽക്കാൻ അറിയത്തില്ലല്ലേ എന്നൊക്കെ ചോദിച്ച് ഈ കനകമ്മ അന്നേരം ഇങ്ങനെ പവിത്രയോട് പറയണം. അല്ല, അത് മറ്റുള്ളവർക്ക് തോന്നാനും മാത്രം എന്തെങ്കിലും നീ ഒന്ന് ചെയ്തോ? വല്ല ഓക്കാനോ തലകാർക്കോ ഒക്കെ കാഴ്ച വെക്കാൻ ഇതിന് മാത്രം ചെലവെന്താ ഇരിക്കുന്നത്? ഇനിയിപ്പോൾ പോയി ഓക്കാനിച്ചാലോ? ഇനി ആ പേരും പറഞ്ഞ് ആശുപത്രിയിലേക്ക് കെട്ടിയെടുക്കുമെന്ന് കനകമ്മ അന്നേരം പവിത്രയോട് പറയും. ഈശ്വരാ, ഇത് പൊളിയാതിരിക്കാൻ ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പം എനിക്കതിനെപ്പറ്റി ഒന്നും അറിയില്ല, എനിക്ക് ഒരു ധാരണയില്ല, നീ ഒരു കാരണവശാലും ഡോക്ടറുടെ അടുത്തേക്ക് പോകരുതെന്ന് പറഞ്ഞ് കനകമ്മ പവിത്രയെ പറഞ്ഞ് പേടിപ്പിക്കുക. പോയി കഴിഞ്ഞാൽ എല്ലാം പണി പാളുമെന്നും പറഞ്ഞു. അപ്പോഴത്തേക്ക് മോഹിനി അവിടെ നിന്ന് വിളി തുടങ്ങി. അയ്യോ, അമ്മ വിളിക്കുന്നു എന്നും പറഞ്ഞ് നിൽക്കുമ്പം ചെന്ന് കിട്ടാനുള്ളത് മേടിച്ച് വെച്ചാൽ എല്ലാം പറഞ്ഞാലും ഇപ്പം ഞാൻ എന്ത് ചെയ്യാനാണെന്ന്.
ഇപ്പം ഒന്നും ചെയ്യണ്ട, നിങ്ങളുടെ പേരാ ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. അപ്പം ചാടിക്കയറിയൊന്നും പറയല്ലേടി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അന്നേരം പവിത്രയോട് തള്ളാം. ആദ്യം നീ ആശുപത്രിയിലെത്ത്, എന്നിട്ട് തീരുമാനിക്കാം ബാക്കി കാര്യങ്ങളൊക്കെ നീ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ പവിത്ര അവിടെ നിന്ന് പോകുമ്പം എൻ്റെ ഈശ്വരാ, ഇവർ പിടിക്കുന്നതിന് മുമ്പ് കയ്യിൽ ഒതുങ്ങുന്ന എന്തെങ്കിലും സാധനം ഇവിടെ ഉണ്ടെങ്കിൽ അതും എടുത്തോണ്ട് രത്താടി രക്ഷിക്കണമെന്ന് പറഞ്ഞ് കനകമ്മ ഇങ്ങനെ അവിടെ നിൽക്കുക. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നന്ദൂട്ടനും അതുപോലെ പിങ്കിയും കൂടെ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കൊച്ചെന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ പിങ്കിയോട് പറയും കേട്ടോ. അപ്പോൾ പിങ്കി കുഞ്ഞിനെ കളിപ്പിച്ചും ചിരിപ്പിച്ചും ഒക്കെ അടുത്തിരിക്കുന്നു. അപ്പോൾ ഞാൻ എന്തോ ചോദിച്ചാലും അമ്മ എനിക്ക് ഉണ്ടാക്കി തരുമായിരുന്നല്ലോ, ഇപ്പം എനിക്കിഷ്ടമുള്ളതൊന്നും അമ്മ ഉണ്ടാക്കി തരാത്തന്നാന്ന് ചോദിക്കുമ്പം ഇപ്പോഴേ അങ്ങനെയൊന്നും തരാൻ പറ്റില്ല, റേസ് കഴിയുന്നത് വരെ ചെറിയൊരു ഡയറ്റൊക്കെ ഉണ്ട് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പിങ്കി കൊച്ചിന് പറയണം. കഴിഞ്ഞ ദിവസങ്ങളിലും അതിനനുസരിച്ചുള്ള ഫുഡാകുമ്പോൾ നന്ദുവിന് തന്നെ, എൻ്റെ കള്ള ചെറുക്കനത് ശ്രദ്ധിച്ചില്ലെന്ന് മാത്രം. അപ്പം കള്ള ചെറുക്കനെ ഇപ്പം എന്താ കഴിക്കാനുള്ളത്? എൻ്റെ നന്ദൂട്ടന് കഴിക്കാൻ ഒരു പ്രോട്ടീൻ ഷേക്ക് ഉണ്ട്, ഒരു ഫ്രൂട്ട് സലാഡുണ്ട്, ഒരു പിടി നട്ട്സും ഉണ്ട്, പിന്നെ ഡ്രൈ ഫ്രൂട്ട്സും ഉണ്ട്. ഇതെല്ലാം കഴിക്കുമ്പോൾ എൻ്റെ വയറ് പൊട്ടുമോ? എല്ലാം കുറേശ്ശേ ഉള്ളൂ. ഇനിയിപ്പോൾ വയറ് നിറയുമോയെന്ന് അമ്മയ്ക്ക് സംശയം. അപ്പോൾ വയറ് നിറയില്ലെങ്കിൽ എൻ്റെ പ്രാക്ടീസ് നടക്കില്ലല്ലോ, പ്രാക്ടീസിൻ്റെ ഇടയ്ക്ക് എനിക്ക് വിശക്കില്ലേ എന്ന് നന്ദൂട്ടൻ ചോദിച്ചു. ഓ, അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാവോ അമ്മയ്ക്ക്? അപ്പം മോൻ എന്ത് ചെയ്യും? ഡോക്ടർ ആൻറ്റിയോട് പറഞ്ഞേ ഓംലെറ്റ് ഉണ്ടാക്കി കഴിക്കും, അല്ലെങ്കിൽ ജ്യൂസ് ഉണ്ടാക്കി കഴിക്കും. അപ്പോൾ കിട്ടിയത് തന്നെ ഡയറ്റിനനുസരിച്ചല്ലാതെ ഒന്നും തരില്ല നിനക്ക് ആൻറ്റി. എന്നെക്കാളും മോൻ ജയിക്കണമെന്നുള്ള വാശി ആർക്കാ? ഡോക്ടർ ആൻറ്റിക്കല്ലേ? അത് മോൻ അറിയാവുന്ന ചോദിച്ചു. അപ്പം അതൊക്കെ എനിക്കറിയാം, എന്നെ സോപ്പിട്ടാലേ പിന്നെ ഡോക്ടർ ആൻറ്റി എന്തെങ്കിലുമൊക്കെ തരുമെന്നൊക്കെ പറഞ്ഞു. ഓഹോ, അപ്പം നീ ഓരോരുത്തരുടെ വീക്ക് പോയിന്റ് പഠിച്ചു വെച്ചിരിക്കുകയല്ലേടാ എന്നും പറഞ്ഞു കൊച്ചിങ്ങനെ പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടെ അവിടെ ഇരുന്ന് ചിരിയും കളിയൊക്കെ ആയിട്ട് ഇരിക്കുമ്പം നമ്മുടെ ഗൗതം അങ്ങോട്ടേക്ക് വന്നു. ഗൗതം വന്നപ്പോൾ ഇന്ന് ഓഫീസിൽ പോയിട്ട് നേരത്തെ വരുമോ, വന്നിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ഓഫീസിൽ പോകുന്നില്ല, 1-2 ദിവസത്തേക്ക് ലീവ് എടുത്തെന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാ ലീവ്? നന്ദുവിൻ്റെ റേസിന് ഇനി 2 ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ അതിന് ആ ദിവസം മറ്റും ലീവ് എടുത്താൽ പോരെ, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പിങ്കി പറയുമ്പോൾ അത് പിന്നെ എന്തായാലും ഒന്ന് ആലോചിക്കേ, ഞാൻ താഴേക്ക് പോവുക, ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് ഞാൻ മോനെ നന്ദയുടെ വീട്ടിലാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു. വാ നന്ദൂട്ടാന്നും പറഞ്ഞ് പിങ്കി പോകാൻ നോക്കുമ്പോൾ പിങ്കി എന്നും പറഞ്ഞ് ഗൗതം വിളിച്ചു. അപ്പോൾ എന്താ ഗൗതം, എന്താ കാര്യം? ഇനി നന്ദുവിനെ നന്ദയുടെ അടുത്തേക്ക് കൊണ്ടുപോകണ്ട എന്ന് ഗൗതം പറയാം. അത് കേട്ടപ്പോഴത്തേക്കും കൊച്ചും പിങ്കിയും നെട്ടലോടെ ഇരിക്കുക. നിർത്തിയേക്കല്ല, ഇനി അവരുമായിട്ട് യാതൊരു ബന്ധവും വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ നന്ദുമോന് ഭയങ്കര വിഷമം. കഴിഞ്ഞുമല്ല, ഇനി ഒരു ബന്ധവും വേണ്ട. അപ്പോൾ ഗൗതം എന്തൊക്കെയാ പറയുന്നത്? റേസിന് ഇനി 2 ദിവസം കൂടിയല്ലേ ഉള്ളൂ, അപ്പോൾ അതൊന്നും സാരമില്ലെന്ന് പറഞ്ഞു ഗൗതം. ഗൗതം വെറുതെ വാശി കാണിക്കരുത് കേട്ടോ, ബാക്കിയെല്ലാം തൽക്കാലം മാറ്റി വെക്കാമെന്ന് വെക്കാം, പക്ഷേ ഇത് മാറ്റി വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു പിങ്കി ഗൗതത്തിനോട് വഴക്കുണ്ടാക്കുക. അവനെ നന്ദ തന്നെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണമെന്ന് പറഞ്ഞു. ആര് പറഞ്ഞത്? പോലീസ് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ഓഫീസറാണ് ഞാൻ, എനിക്കറിയാം എൻ്റെ മോനെ ട്രെയിൻ ചെയ്യാനെന്നും പറഞ്ഞുകൊണ്ടായി പിന്നെ ഗൗതം കിടന്ന് ഒച്ച വയ്ക്കുക ചുമ്മാ ആവശ്യമില്ലാതെ. ഒരു റേസിൽ പങ്കെടുക്കാനുള്ള ട്രെയിനിങ് അല്ലേ, അത് കൊടുക്കാനുള്ള കപ്പാസിറ്റിയൊക്കെ എനിക്കുണ്ടെന്ന് ഗൗതം പറയുമ്പോൾ വേണ്ട പപ്പ, അതിൻ്റെ ആവശ്യമില്ല എന്ന് കൊച്ചു പറഞ്ഞു. എന്നെ ഡോക്ടർ ആൻറ്റി തന്നെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചാൽ മതി, അത് നീയല്ല തീരുമാനിക്കുന്നത്, ഞാനാണെന്ന് ഗൗതം. ഞാനാണ് നിൻ്റെ പപ്പ. അപ്പം പപ്പ പ്ലീസ് പപ്പ. നടക്കില്ല നന്ദു, ഞാൻ അങ്ങനെ ഒന്നും കമ്പൽസറി ആയിട്ട് നിന്നോട് പറയാറില്ല, പക്ഷേ ഇപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഞാൻ പറയാം, നന്ദയല്ല, ഇനിയുള്ള 2 ദിവസം പപ്പയാണ് നിൻ്റെ ട്രെയിനർ, അത് നീ മനസ്സിലാക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഗൗതം ഇത് എന്താണെന്ന് ചോദിച്ചു പിങ്കി, നീ മോനെ കൊണ്ടുപോയി ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുക, അത് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യാം ട്രെയിനിങ് സെക്ഷൻ. ഗൗതം അത് പിന്നെ പിങ്കിക്ക് എന്താ ഞാൻ പറഞ്ഞ് മനസ്സിലായില്ല, എല്ലാം പറഞ്ഞു. അങ്ങനെ ഗൗതം വലിയ ആള് കളിച്ച് പിങ്കിയെ പറഞ്ഞു വിടുക കൊച്ചിനെയും കൂടെ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അരുണാട്ടോ. അരുൺ ഇങ്ങനെ അവിടെ നിൽക്കുമ്പോൾ ഗൗതം അങ്ങോട്ടേക്ക് ചെന്നു. നീ എന്തിനാണ് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു ചോദിച്ചു. ഗൗതമേട്ടൻ ഇന്ന് ലീവാണെന്ന് അറിഞ്ഞു, അപ്പോൾ ഒരു കാര്യം സംസാരിക്കാനാണെന്ന് പറയുമ്പോൾ ലീവ് അല്ലായിരുന്നെങ്കിൽ നീ എന്താ എന്നോട് സംസാരിക്കില്ലേന്ന് ചോദിച്ചു. ഇവിടെ വെച്ച് സംസാരിക്കില്ലായിരുന്നു, ഓഫീസിലേക്ക് വന്നേനെ. അതിനർത്ഥം സംഗതി വളരെ ഗൗരവമുള്ളതാണെന്നാണല്ലോ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതേന്ന് അരുൺ പറയുക. എനിക്ക് സംസാരിക്കാനുള്ളത് നന്ദയെക്കുറിച്ചാണെന്ന് പറഞ്ഞപ്പോൾ ഗൗതത്തിൻ്റെ മുഖമൊക്കെ അങ്ങോട്ട് വലിഞ്ഞു കയറി വേറെ ഏതോ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ എന്താ ഗൗതമേട്ടാ ശരിക്കും ഇവിടെ നടക്കുന്നതെന്ന് അരുൺ എന്തായാലും ചോദിച്ചു. അരുൺ, എനിക്ക് ആ വിഷയം താല്പര്യമില്ലെന്ന് മാത്രം ഗൗതമേട്ടൻ പറയരുത്, ഗൗതമേട്ടൻ സംസാരിച്ചേ പറ്റൂ എന്ന് തറപ്പിച്ച് തന്നെ അരുൺ ഗൗതത്തിനോട് പറയുക. ഗൗതമേട്ട, നന്ദ മരിച്ചു എന്നറിഞ്ഞ് തകർന്നു പോയവരാ നമ്മളെല്ലാവരും, പക്ഷെ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞിട്ടും ആർക്കും യാതൊരു കൂസലും ഇല്ലല്ലോ. ജീവിച്ചിരിക്കുന്നു എന്നുള്ള നടുക്കം വേവലാതിയൊക്കെ കഴിഞ്ഞു. ആ ദിവസങ്ങളിലെ കത്തലും അതുപോലെ ആ ഒരു വേവലാതിയൊക്കെ നീ അറിഞ്ഞില്ലെന്ന് മാത്രം. ശരി, സമ്മതിച്ചു. പക്ഷെ ഇങ്ങനെയാണോ മരിച്ചു എന്ന് വിചാരിച്ച ഒരാൾ തിരിച്ചു വരുമ്പോൾ കാണിക്കേണ്ടത്? ഗൗതമേട്ടൻ്റെ ഭാര്യ ആയിരുന്നില്ലേ നന്ദ എന്ന് അരുൺ ഇങ്ങനെ ചോദിക്കുക. ഗൗതത്തിനൊരു കൂസലുമില്ല. ആ കസേര ഇപ്പോഴും അവിടെ ഒഴിഞ്ഞു കിടക്കുകയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം.
പിങ്കിയുടെ റോൾ വെറും ഡമ്മിയുടേതാണെന്നുള്ളത് എനിക്ക് തീർച്ചയാണെന്നുള്ള കാര്യം അരുൺ ഇങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, നന്ദയെ തിരികെ സ്വീകരിക്കാൻ ഗൗതമേട്ടൻ എന്താ തടസ്സം എന്നിങ്ങനെ അരുൺ ചോദിക്കുമ്പോൾ ഗൗതം ഞെട്ടലോടെ നോക്കുവാട്ടോ, ഉണ്ടക്കണ്ണം തുറച്ച് പിടിച്ച്. അപ്പോൾ പറയാൻ പറഞ്ഞു, നന്ദ തിരിച്ചു വന്നു എന്ന് നീ പറയുന്നുണ്ടല്ലോ, ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, എങ്ങോട്ട് തിരിച്ചു വന്നു എന്നാണ് നീ പറയുന്നത്? അത് പിന്നെ ഇങ്ങോട്ടോ? ഈ വീട്ടിലേക്ക് വന്നതാണോ ഗൗതമേട്ടാ? എടാ നിനക്ക് തെറ്റിപ്പോയി അരുൺ. നന്ദ ഇപ്പോൾ വന്നിരിക്കുന്നത് പോലും ഡോക്ടർ നന്ദയായിട്ടാണെന്നും ഇവിടെയായിട്ട് യാതൊരു ബന്ധം അവൾക്കില്ല, നന്ദുവിനെ ചികിത്സിക്കാൻ വേണ്ടി മാത്രം വന്നിരിക്കുന്നതാണെന്നും പറഞ്ഞു. പിന്നെ ഒരിക്കലും എൻ്റെ ഭാര്യ പദവിക്ക് വേണ്ടിയോ ഇന്ത്യവരത്തിൻ്റെ മരുമകൾ സ്ഥാനത്തിന് വേണ്ടിയോ നന്ദ ഇങ്ങോട്ട് വന്നിട്ടില്ല എന്നുള്ള കാര്യവും നമ്മുടെ ഗൗതം ഇങ്ങനെ പറയുക. പിന്നെ എങ്ങനെയാ ഞാൻ നന്ദയെ എൻ്റെ ഭാര്യയായിട്ട് സ്വീകരിക്കുന്നത്? ഏട്ടാ എനിക്ക് മനസ്സിലാകുന്നില്ലേ, നന്ദ മരിച്ചു പോയി എന്ന് വിചാരിച്ചെടുത്ത് തിരിച്ചു വന്നപ്പം. എവിടെ തിരിച്ചു വന്നെന്നാ നീ പറയണത്? നന്ദ മരിച്ചു പോയെന്ന് ഇവിടെയുള്ളവരെല്ലാവരും വിശ്വസിച്ചു. പക്ഷേ കഴിഞ്ഞ 6 വർഷവും അവൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്നും അവളിങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല എന്നും പറഞ്ഞു. ഒരിക്കൽ പോലും നന്ദ എന്നെ അന്വേഷിച്ചിട്ടില്ല, അവളതിന് ശ്രമിച്ചിട്ടുമില്ല എന്ന് മാത്രമല്ല, ശാന്തിപുരത്തെ സ്പോർട്സ് മീറ്റ് നന്ദു കാണാൻ പോയില്ലായിരുന്നെങ്കിൽ നന്ദ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്നുള്ളത് ആരും അറിയാനും പോകുന്നില്ലായിരുന്നു. അപ്പം അതെന്താ നന്ദ ഇതുവരെ താൻ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള കാര്യം നമ്മളെ മാത്രം അറിയിക്കാത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം ഞാനാണോടാ പറയേണ്ടത്? നന്ദയല്ലേ എന്നും ചോദിച്ചുകൊണ്ട് വലിയ ആൾ കളിക്കുമ്പോൾ ഗൗതമേട്ടൻ ചോദിച്ചില്ലേ? ഞാൻ ചോദിച്ചു, ഒന്നല്ല ഒരു 100 ചോദ്യങ്ങൾ ഞാൻ അവളോട് ചോദിച്ചു, 1 ഡസൻ തവണയെങ്കിലും ഞാൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നിനും അവൾ എനിക്ക് മറുപടി തന്നിട്ടില്ല എന്ന് പറയുമ്പോൾ എങ്ങനെ ജീവിച്ചവരായിരുന്നു ഗൗതമേട്ട നിങ്ങൾ തമ്മിൽ? അപ്പോൾ ഇങ്ങനെ ഒരു അകൽച്ച വരാൻ മാത്രം കാരണം എന്താണെന്ന് ചോദിച്ചപ്പം കാരണങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട്. പിണക്കത്തിൽ തന്നെയാണ് പിരിഞ്ഞതും. പക്ഷേ ഏത് പിണക്കത്തിനും ഒരു കാലയളവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കഴിഞ്ഞ് പിണക്കം നീണ്ടുപോയി അരുൺ. അതാണ് സംഭവിച്ചത്. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പിണക്കമൊക്കെ മറന്ന് നന്ദ പഴയതുപോലെ തിരിച്ചു വന്നാൽ ഗൗതമേട്ടൻ സ്വീകരിക്കാൻ തയ്യാറാണോ എന്ന് അരുൺ ചോദിക്കുന്നിടത്ത് ഇങ്ങനെ ഗൗതം നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നന്ദി.